ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചു മയിലുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട. നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കോ. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ന്യൂ അഡ്മിഷൻ ആണല്ലേ? സ്റ്റുഡൻസ് മിസ്റ്റർ സൽമാൻ ഹുസൈൻ നമ്മുടെ ക്ലാസ്സിലെ ന്യൂ അഡ്മിഷൻ ആണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നു ഒരു കാരണവശാലും വിട്ടിരുത്തരുത്. ലാസ്റ്റ് ബെഞ്ച് നമുക്ക് സ്വന്തം കട്ടക്കല് ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു വരച്ച സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അളിയ, എനിക്ക് ലുക്കില്ലാത്ത കൊണ്ടാണ് ആർക്കെന്നെ ഇഷ്ടപ്പെടാത്തത്. പോരാത്തതിന് എൻ്റെ പേരും ലോലു PP. ഞാൻ ഒരു തോൽവിയാണല്ലേ? വിഷമിക്കാതെടാ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലാവണേ. എന്നാലും അവൻ അടി കൊടുക്കണ്ടായിരുന്നു കേട്ടാ. ഒരു രസം. എന്നാലും വാഴയായ നിന്നവൻ നോക്കിയല്ല. എന്തോന്നിവിടാ ചന്തേ? അയില 50, അയില 50, അയില 50. സാറെന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്? എന്റെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കോപ്പി അടിക്കുക. എന്താണ് കൈ ചുരുട്ടി പിടിച്ച? ഏക്കടാ തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ, സാറേ പ്ലീസ് സാറേ. എന്താടാ? ഒന്നുമില്ല. എന്താ കഴിക്കാത്തന്നെ? കഴിക്കാത്തന്നെ തുറക്കടാ. എന്താ മടി? എന്താ തുറക്കടാ? നീ മുമ്പേ എനിക്ക് ഒട്ടിച്ചു, വീണ്ടും നീ എനിക്ക് ഒട്ടിക്കാൻ നോക്കണം. തുറക്കടാ, തുറക്കടാ. ഇരിക്കടാ. ഒരുപാട് സർക്കസ് കണ്ടവനാ ഞാൻ. വീണ്ടും എന്നെ ശശിയാക്കാൻ നോക്കി. പേനയില്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. ക്ലാസ്സിനാണോ ഉറങ്ങുന്നത്? ഇന്നലെ രാത്രി പണി ഉണ്ടായിരുന്നു സാറേ. +2 പഠിക്കുന്നത് എന്തോ പണി? എന്റെ കല്യാണമായിരുന്നു ഇന്നലെ. നിന്റെ ആരുമായിട്ട്? +2 ബിയിലെ ലില്ലി ആയിട്ട്. അടുത്ത ആഴ്ച എന്റെ കൊച്ചിന്റെ നൂലേട്ടോ. കമ്പയർ സ്റ്റഡി വിളിച്ചിരുന്ന് പഠിച്ച് സാറായത് വെറുതെ ആയല്ലോ. അന്നേ വല്ല കമ്പയർ സ്റ്റഡിക്ക് പോയാൽ മതിയായിരുന്നു. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. സർ വണ്ടോ, ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പറയൂ കൃഷ്ണൻ, ക്ലാസ് കഴിഞ്ഞിട്ടാണോ പരിപൂടൻ ജയം, അതോ ക്ലാസ്സിന് മുമ്പാണോ പരിപൂടൻ ജയം? +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചോദ്യം ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഒരിക്കലും +2 പാസ്സാവൂലല്ലോ. ഭാവിയെ കുറിച്ച് ഒരു ധാരണ വേണം. എന്താവണം, എന്താകണ്ട എന്ന് 100% പറയുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നും ആയില്ലെങ്കിലും സാറിനെ പോലെ ഒരിക്കലും ആവില്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ഒരു കഴിവില്ലായിരുന്നു. ഞാൻ സ്വന്തമായി തേച്ച് മിനുക്കി എടുത്തതാണ് ഇതൊക്കെ. പണ്ട് സ്വന്തമായിട്ട് തേച്ചു, ഇപ്പൊ മറ്റുള്ളവരെ തേക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ സ്കൂൾ സീസ് ചെയ്തിരിക്കുകയാണ്. ആരും അനങ്ങി പോകരുത്. മിണ്ടി പോകരുത്. മിണ്ടി എല്ലാത്തിനും കാച്ചു കളയും ഞാൻ. സംസാരിക്കുന്നവരുടെ പേര് എഴുതണോ? ഏതോ ഈ ദുരന്തം.
മണ്ടൻ. ക്ലാസ്സിലെ മുന്തിയനം പഠിപ്പിയാ. പഠിപ്പികളെ എനിക്ക് കണ്ണിന്റെ നേരെ കൊണ്ടുകൂടാ. ഓക്കെ, എന്നാ ഞാനൊരു 45 ഡിഗ്രി മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കാം. ഇതൊക്കെ വരികയാണെങ്കിൽ പാസ്സായി. ഇതൊക്കെ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കലുണ്ട്. യെസ്, പാസ്സായി. സാർ, ഇതേപോലത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടോ? ആ, അത്രേ ഉള്ളൂ. പൊട്ടി.